എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ വളരെയേറെ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മതനേതാക്കന്മാരെക്കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാടുകളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയല്ല. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ യുവതിയിൽ നിന്ന് വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് സന്തോഷമാണ്, നമുക്ക് തൃപ്തിയാണ്. അവർ വഴി നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഗൗരവം ആശയങ്ങൾ നിരത്തി സഭയിലൂടെ ആണ് അവർ വളർന്നതെന്നും അങ്ങനെ അവരുടെ ആശയങ്ങൾ വഴി ഈ രാജ്യത്തെ വളർത്താനായിട്ടുമാണ് അവർ ശ്രമിക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കി നേടിയെടുത്ത ആളുകളൊക്കെ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിക്ക് ചേരാത്ത വിധത്തിൽ നിൽക്കുന്നതും പറയുന്നതും സമീപിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രലായിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ രാജ്യം, നമുക്കുള്ള തനിമ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് പറയാനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. മാന്യമായ ഭാഷയിൽ അത് ആർക്കും പറയാവുന്നതാണ്. ആരോ എവിടെയോ രഹസ്യമായിട്ട് വോട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്നാണല്ലോ ഒക്കെ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ചിന്ത, രഹസ്യമായിട്ട് എന്തിനാണ്? പരസ്യമായിട്ട് തന്നെ വോട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലേ? പരസ്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ സത്യം എന്താണെന്ന് കാണുകയും ആ സത്യത്തെ സധൈര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണ്. തോമാ ചെയ്തത് അതാണല്ലോ. അവൻ്റെ കൂട്ടത്തിൽ പോയി മരിക്കാം. അവനെ കാണാതെ നിങ്ങൾ പറയുന്നത് കേട്ട് എനിക്കൊരു സ്നേഹികത വേണ്ട. അവൻ്റെ കൂട്ടത്തിൽ മരിക്കുന്നതാണ് നല്ലത്. റിലിജിയൻ ഹാസ് ഓൾവേസ് എ റോൾ ടു പ്ലേ ഇൻ ദ പബ്ലിക് സ്ക്വയർ. അത് നമ്മൾ മനസ്സിലാക്കണം. റിലീജിയസ് ഫെയ്ത്ത് ഹാസ് ദ റൈറ്റ് ടു ഇൻഫോം ആൻഡ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഡിബേറ്റ്. പൊതു ചർച്ചകൾ, പൊതുസമൂഹം, അവിടെയെല്ലാം നമുക്ക് മത അനുയായികളായിട്ട് നിൽക്കുന്നവർക്ക് അതിനെ സ്വാധീനിക്കാൻ, അവരെ തിരുത്താൻ, അവരെ ആത്മീയതയിലേക്ക് നയിക്കാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ രാഷ്ട്രീയ രംഗത്തിറങ്ങി
അവരെ പോലെ പെരുമാറണം എന്നുള്ളതല്ല. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കണം, വളരണം. ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയാണ് നമ്മളുടെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം സഭ തുടങ്ങിയിട്ടുള്ളതും ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ബലഹീനമായ വാക്കുകളിലൂടെയുള്ള ആക്ഷേപങ്ങൾ ആർക്കും എവിടെയും ഏത് സ്ഥലത്തും പബ്ലിക് സ്ക്വയറിലും അല്ലെങ്കിൽ മെത്രാന്മാരുടെ താമസ മുറികളുടെ മുമ്പിലും എല്ലാം വന്നു നിന്ന് പറയാം എന്ന രീതിയിൽ പോകുമ്പോൾ നമ്മളുണ്ടാകുന്നത് നമ്മൾ സത്യം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരനീതിയും നമ്മൾ ആരോടും ചെയ്യുന്നില്ല. സത്യം മുക്കിക്കളയുന്നു അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാതെ വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളുണ്ടാകും. നമുക്ക് നിലപാടുകൾ വേണം. അത് സത്യമായിരിക്കണം നമ്മളുടെ നിലപാട്. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, ഒരു കള്ളത്തരവും കാണിക്കാൻ വേണ്ടിയല്ല, ഒരു രൂപ പോലും ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല, വെറുതെ ആക്ഷേപങ്ങൾ വിളിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന അവകാശങ്ങൾ സ്വന്തമായിട്ട് കരുതണം. നമ്മുടെ പത്രമാസികകളെ ആക്ഷേപിക്കരുത്. ദീപിക സത്യപ്രകാശനം ഇതും ശുഭവി കൊടുത്ത പത്രം എന്ന് നമ്മളുടെ മാണിക്യത്തനാര് ആദ്യ മുഖലേഖനത്തിൽ തന്നെ എഴുതി. സത്യം മാത്രം പറയുന്നൊരു പത്രമാണ്. അതെന്തിനാണ് അതിനെ ആക്ഷേപിക്കുന്നത്? അങ്ങനെ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ആരെയും കയറി ആക്രമിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ നിലപാടുകൾ സുവിശേഷ അധിഷ്ഠിതവും സഭയുടെ പ്രബോധനങ്ങളിലൂടെ മാത്രവുമാണ്. സുവിശേഷം പറയാനും സഭയുടെ ടീച്ചിങ്സ് പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. മീനക്ഷി താലൂക്കിലെ അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും MP-മാരും MLA-മാരും ഒക്കെ സൃഷ്ടിക്കേണ്ടത് ആ പ്രദേശത്തിനും നമ്മുടെ സഭയ്ക്കും ഉപകാരപ്പെടുന്ന നല്ല ചരിത്ര സുറിയാനി ഭാഷ കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ സ്ഥാപിക്കാനാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചരിത്രവും സുറിയാനി ഭാഷ പാണ്ഡിത്യവും ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശമാണ് പൂഞ്ഞാറും അരുവിത്തുറയും എല്ലാം. അതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും അത് നിലനിർത്താനും അങ്ങനെ നല്ല സ്വാതന്ത്ര്യ ഭക്തിയിൽ ജീവിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് ഇന്ന് തോമാസ് ശ്ലീഹായുടെ ദിനമായതുകൊണ്ടാണ്. ശ്ലീഹായെ നമ്മൾ പുതിയ ഒരു ലെൻസിലൂടെ കാണണം. അദ്ദേഹം പറഞ്ഞ ആ 3 തിരുവചനങ്ങൾ സത്യം പ്രഘോഷിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈശോയോട് ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാനെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ എല്ലാത്തിൻ്റെയും അർത്ഥം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുതുഞായർ നമുക്ക് നമ്മുടെ സഭയോടും നമ്മുടെ രാജ്യത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുള്ള നല്ല അവസരമായിട്ട് എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നിങ്ങളൊരു നിറഞ്ഞ സദസ്സാണിത്. ദൈവഭക്തിയിലും സഭയോടുള്ള സ്നേഹത്തിലും മേലധ്യക്ഷന്മാരോടുള്ള ബന്ധത്തിലും ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മളതുപോലെ നല്ലതുപോലെ വളർന്ന് മുമ്പോട്ട് പോകണം. നമുക്ക് 2000-ലധികം വർഷങ്ങൾ ആൻറ്റിക്വിറ്റിയുള്ള പൗരാണികത്വമുള്ള ഈ സഭയ്ക്ക്, ഈ ശ്ലീഹായോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സമൂഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്.